ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ റസ്മിന്റെ മാതാവും അതോടൊപ്പം തന്നെ റസ്മിന്റെ സഹോദരനും കൂടി എത്തിയിരിക്കുകയാണ്. ഒരു ഗെയിം കൊടുത്തിരുന്നു, ആ സ്റ്റാച്ചു എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിം ആയിരുന്നു കൊടുത്തിരുന്നത്. ഓരോരുത്തരെ ഇങ്ങനെ സ്റ്റാച്ചു ആക്കാനുള്ള ഗെയിം ആദ്യം കൊടുത്തിരുന്നത് റസ്മിനായിരുന്നു. എന്നാൽ തിരിച്ച് ബിഗ് ബോസ് തന്നെ റസ്മിനെ സ്റ്റാച്ചു ആക്കി. ആ സമയത്താണ് അവരുടെ ഫാമിലി കയറി വരുന്നത്. കയറി വന്നതിന് ശേഷം വളരെ സന്തോഷമായ റസ്മിന്റെ സഹോദരനും അതോടെ അമ്മയും കൂടെയാണ് കടന്നു വന്ന് റസ്മിന് ഒരു ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത്, അതായത് സഹോദരിയുടെ മക്കളുടെ ഫോട്ടോയും സഹോദരിയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവർ എല്ലാ മത്സരാർത്ഥികളുടെ അടുത്ത് പോയി കൈയൊക്കെ കൊടുത്ത് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ജിൻഡോയെ കാണുന്നില്ല. അപ്പൊ അനിയൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ എവിടെ പോയെന്ന്. അപ്പൊ പറഞ്ഞു ബാത്റൂമിൽ പോയതായിരിക്കും, പുള്ളി രാവിലെ ബാത്റൂമിൽ പോയതാണ് എന്ന് പറയുന്നുണ്ട് റസ്മിനത്. അത് കഴിഞ്ഞിട്ട് പീപ്പിൾ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ പോയിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ജിൻഡോയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റസ്മിന്റെ സഹോദരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ പണ്ട് നല്ലപോലെ ഗെയിം കളിക്കുമായിരുന്നു, ഇപ്പൊ നീ കുറെ വീക്കാണ് കളിക്കുന്നത്, ഇപ്പൊ നീ ഫ്രണ്ട്ഷിപ്പിന്റെ പുറകെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പണ്ടൊക്കെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞു. അന്ന് ജിൻഡോയുടെ കൂടെയുള്ള ഗെയിമൊക്കെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, അന്ന് അങ്ങനെ എൻ്റെ നാട്ടുകാരെ എൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല, എനിക്ക് വല്ലാണ്ടൊക്കെ ഫീലായി, അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ സഹോദരൻ പറയുന്നുണ്ട്, നീ അതൊക്കെ വിട്ടുകളാ, അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് വന്നതല്ലയോ എന്നൊക്കെ പറയുമ്പോൾ റസ്മിൻ പറയുന്ന ഇതാണ്, നീ ആയിരുന്നെങ്കിൽ വീട്ടുകാരെ നാട്ടുകാരെ വിട്ടാൽ നീ അത് വെറുതെ വിടുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജിൻഡോ ആ ഭാഗത്ത് അത് വിട്ടില്ലേ, അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് വന്നതല്ലേ, ജിൻഡോ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ബീഫ് ഫ്രൈ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് സത്യത്തിൽ ജിൻഡോയോട് വലിയൊരു സ്നേഹം തന്നെയാണുള്ളത്. പക്ഷെ റസ്മിൻ ഇപ്പൊ പറയുന്നുണ്ട്, ഞാനും ഇപ്പൊ അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്, ഞാനും ഇപ്പൊ ഒരേ ടീമിലാണ്, അങ്ങാരുടെ ടീമിൽ തന്നെയാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഗെയിമൊക്കെ കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കൂട്ടൊന്നും അല്ല, ഇപ്പൊ അങ്ങനെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് റസ്മിൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ വെളിയിൽ എന്താന്നുള്ളത് റസ്മിന്റെ അമ്മയ്ക്കും അതോടൊപ്പം സഹോദരനും അറിയാം. അതുകൊണ്ടാണ് അവർ വന്നിട്ട് ജിൻഡോയുടെ കാര്യം എടുത്ത് പറയുന്നത്. എല്ലാ മാതാപിതാക്കൾ വരുമ്പോഴും ജിൻഡോയുടെ കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. ജിൻഡോയെ കുറിച്ചാണ് അവർക്ക് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ടുള്ളത്. അവർക്കറിയാം ജിൻഡോ എത്രമാത്രം ഗെയിമർ ആണെന്നും, അല്ലെങ്കിൽ ജിൻഡോ എത്രമാത്രമാണ് അവിടെ ഗെയിമിന്റെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അവർക്കറിയാം. അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ റസ്മിന്റെ സഹോദരനോട് ജിൻഡോ പറയുന്നുണ്ട്, ഇതൊക്കെ മനസ്സിൽ വെക്കല്ലേ, ഞാൻ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ നാട്ടുകാരെയൊക്കെ പറഞ്ഞതും വീട്ടുകാരെയൊക്കെ പറഞ്ഞതിനൊക്കെ സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റസ്മിന്റെ സഹോദരൻ പറയുന്നുണ്ട്, അതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ല, അതൊക്കെ ഞങ്ങൾ അന്നേ വിട്ടു, അതൊക്കെ വിട്ടുകൾ, എന്തിനാണൊക്കെ സോറി പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റസ്മിന് അദ്ദേഹത്തോടുള്ള ദേഷ്യവും മനസ്സിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നതായിട്ടും ഇല്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും